ഹായ് എവരിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മീ ഫോർ യു ബ്യൂട്ടി ഹബിലാണ് നമ്മുടെ പടമുകളിൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് മീനു ഹായ് ഹായ് ആൻഡ് സുനി ഹായ് സുനിതി റൈറ്റ്. സുനിതി, ഇവർ രണ്ടുപേരാണ് ഇന്ന് എൻ്റെ ഹെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഓക്കെ. ഞാൻ ഈ പടമുകൾ പാർലറിൽ പോകാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഈ മീനു എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവറായ ഒരു ചേട്ടൻ്റെ വൈഫും കൂടെയാണ്. ഞാനത് വഴിയെ പറയാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്യുകയാണ്. എൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഹെയറിൽ കളർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ട്രീറ്റ്മെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. എന്താ ട്രീറ്റ്മെൻറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഹെയർ ഒന്ന് നന്നായിട്ട് നല്ല കളറ് ചെയ്യണം, ഹെയർ കളർ ചെയ്യണം എന്നുള്ളത്. ഇതിനു മുന്നേ പല പാർലറും പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു ഹെയർ കളർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ ചേട്ടൻ എന്നോട് പറയുകയും ചെയ്തു, എൻ്റെ വൈഫ് പുതിയ പാർലർ നമ്മുടെ പടമുകളിൽ ഇതുണ്ട്. ആ കാണുന്നത് എൻ്റെ ഈ മിററിൻ്റെ സൈഡിൽ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. വാഴക്കാല പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ്. ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് മുകളിൽ നോക്കുമ്പോൾ കാണാം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. VIയുടെ സ്റ്റോറിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ്. അങ്ങനെ അവരെൻ്റെ മുടിയൊക്കെ ഉണക്കി, ഏകദേശം ഉണക്കിയിട്ട് ഹെയർ ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് എടുത്തിട്ട് കളർ അപ്ലൈ ചെയ്യാണ്. എനിക്ക് മറ്റേ ബെല്ലിയാജ് എന്ന് പറഞ്ഞ കളർ വേണമെന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരുപാട് കളറായി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും, അപ്പം ഞാൻ ചെറുതായിട്ട് ചെയ്തു തരാം, എന്നിട്ട് പിന്നെയും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടെ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ പാർട്ടായിട്ട് ഏകദേശം ഒരു 11-12 സ്ട്രിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇട്ടിട്ട് എൻ്റെ ഹെയർ ആണെങ്കിൽ ഭയങ്കര ഡ്രൈയും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് ഇങ്ങനെ, ഞാൻ പണ്ട് മുതലേ ബോട്ടോക്സ് കെരാറ്റിനൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഓൾറെഡി എൻ്റെ ഫ്രണ്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് എനിക്ക് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഹെയർ കളർ ചെയ്ത്, കാരണം ഒരുപാട് കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അപ്പം മറ്റേതും കെമിക്കൽസ് തന്നെയാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിൽ അങ്ങനെ കെമിക്കൽസ് ഒന്നും അപ്ലൈ ചെയ്യരുത്, മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്ത് തരികയാണ്. പിന്നെ എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷനൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്. പക്ഷേ ഡ്രൈ ആണെങ്കിലും നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവില്ല. പിന്നെ എൻ്റെ ഹെയർ പെട്ടെന്ന് വൈറ്റ് ഹെയർ ആവട്ടോ. എനിക്ക് ഒരുപാട് വൈറ്റ് ഹെയർസ് ഉണ്ട്. ഞാനത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ കളർ ചെയ്യുന്നത്. അതല്ലാതെ തന്നെ ഞാൻ ഡാർക്ക് ഹെയർ ബ്രൗൺ ആയോടത്ത് ഞാൻ ചെയ്യാറുമുണ്ട് കേട്ടോ. കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു 27 വയസ്സായപ്പോൾ മുതൽ എൻ്റെ ഹെയർ ഫുള്ള് നരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കെമിക്കൽസ് 18 വയസ്സായപ്പോൾ മുതൽ തലയിൽ ഓരോരോ കളറും കെമിക്കൽസും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം ഏകദേശം 6-7 പാർട്ടായിട്ട് ഇത് നമുക്ക് ഹെയർ കളർ ഇട്ടേക്കാണ്. പിന്നെ എൻ്റെ ഹെയർ അത്ര ഡാമേജ് ആയതുകൊണ്ട് ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കേണ്ടെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നല്ല പാർലർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല പാർലറിൽ പോയിട്ട് നിങ്ങളുടെ ഹെയറിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം കെമിക്കൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് നോക്കണം, അതുപോലെ തന്നെ പാർലർ നല്ലതാണോ എന്ന് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പം പിന്നെ ഞാൻ കുറേ കാലം ഹെയർ വളർത്തില്ലായിരുന്നു, ചെറുതാക്കി കട്ട് ചെയ്യത്തേ ഉള്ളായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ഹെയർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഹെയർ ഫുള്ള് ലെങ്ത്തിൽ വളർത്താമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമൊക്കെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹെയർ ഫോൾ കുറേയൊക്കെ കുറഞ്ഞത്. അങ്ങനെ എൻ്റെ ഹെയറിൽ ഏകദേശം കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട്. ഇതൊരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് എൻ്റെ തലയിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നതൊരു 4 മണി 5 മണിയായി. കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ തന്നെ ടൈം ഒരുപാട് പോയി. എനിക്ക് തോന്നുന്നു ഏകദേശം 11-12 മണി വരെ. പിന്നെ എനിക്ക് വിശന്നാകെ ബുദ്ധിമുട്ടായിപ്പോയി. എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം വിശക്കും. അങ്ങനെ നല്ല അടിപൊളിയാട്ടോ. മീനു ഭയങ്കര സംസാരിക്കും മലയാളം. ഇപ്പോൾ ഒരു 6 വർഷം ഇവിടെ വന്നിട്ട്, അപ്പോൾ നല്ല രീതിയിൽ മലയാളമൊക്കെ സംസാരിക്കണമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഹെയറിൽ ഫസ്റ്റ് കളർ ചെയ്തു, ഫുൾ അപ്ലൈ ചെയ്ത് ഇനി വാഷ് ചെയ്താൽ മതി. സമയം ഞാൻ വന്നപ്പോൾ ഏകദേശം 4 മണി 5 മണി ആ സമയം ആയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. ഈ ഹെയർ കളർ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്
കളർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാം. മമ്മി അത് പോസ്റ്റ് അടിച്ചിട്ട് മമ്മി നടക്കുന്നു. മടുത്താ എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കട്ടെ. പുതിയ പാർലറാട്ടോ നമ്മുടെ പടമുകൾ, കോളനി ജംഗ്ഷൻ. കോളനി തന്നെയല്ലേ അത്? കോളനി ജംഗ്ഷൻ്റെ ഇതിൻ്റെ മുകളിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറാണ്. ലൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, പിന്നെ VI ഒക്കെ ഇല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ്. ഞാൻ കാണിച്ചത് ഒരടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇത് അവിടെ ഒരു പള്ളിയുണ്ട്, മനസ്സിലായത് കാണൂല ബാക്ക് പുറത്തുനിന്നുള്ളതല്ലേ. ഇരുട്ടല്ലേ, റിഫ്ലക്ഷൻ വരുന്നു ഇവിടുന്ന്. മീ ഫോർ യു എന്നാട്ടോ പേര്, മീ ഫോർ യു. ലാസ്റ്റ് 3/4 മണിക്കൂറോളം സമയം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഹെയർ വാഷ് ചെയ്യാണ്. ഇനിയിപ്പം വാഷിങ്ങും കഴിഞ്ഞ് ഡ്രൈ ഒക്കെ ആക്കിയതിന് ശേഷം വേണം എൻ്റെ ഹെയറിൽ ഫ്രണ്ട് പോർഷൻ മാത്രം, ഇയർ ടു ഇയർ മാത്രമാണ് കേട്ടോ ഞാൻ പിന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് അല്ല, കെരാറ്റിനാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഹെയർ കളർ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം എൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് ഇങ്ങനെ വേവി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോട്ടോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 9:30. യശർന്ന് ഇവർക്ക് പോവാനുമായി. ഇവർ ഇത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ടുള്ളൂ. ഞാൻ താഴെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോയി, പക്ഷെ അവിടെ കട അടച്ചു പോയി. കടയിൽ ഇല്ലൊന്നും, എല്ലാം തീർന്നു 9:30 ആയപ്പോഴത്തേക്കും. ഞാൻ ചിന്തിക്കണത്, നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ടയേർഡായി. ഞാൻ ഭയങ്കര ടയേർഡായി, എനിക്കാകെ മതിയെന്നൊക്കെയുള്ള പ്ലാനിങ് ആയി. പക്ഷേ ഈ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഒരു ദിവസം തന്നെ എന്തോരം കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരുടെ എല്ലാം കാര്യങ്ങളും നോക്കി ചെയ്ത് കൊടുത്ത് എത്രയോ ലേറ്റായിട്ടല്ലേ അവർക്ക് ഇറങ്ങാൻ പറ്റുക അല്ലേ. ഞങ്ങൾ ചെന്ന് നിന്നിട്ട് തന്നെ കുറേ സമയമായി. അങ്ങനെ ഇതിപ്പം അത് തേച്ചിട്ട് ഇതിപ്പോൾ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കുറച്ച് സമയം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രയറും കൊണ്ട് ഒന്ന് ചൂടാക്കുകയാണ്. അതിന് ശേഷം അവർ കെരാറ്റിൻ്റെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹെയർ ഓൾറെഡി 2-3 സൈസ് കെമിക്കലല്ലേ ഹെയറിൽ ആഡ് ആയേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഹെയർ. കാരണം പിന്നെ ആദ്യം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കെമിക്കൽ യൂസ് ചെയ്തു, പിന്നെ 3-4 പ്രാവശ്യം വാഷ് ചെയ്തു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ ഭയങ്കര സീനായിപ്പോയി. ഇപ്പോൾ കണ്ടോ എൻ്റെ ഹെയറിൽ കളർ അറിയുന്നുണ്ടോ? കുറേ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ കളർ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എനിക്ക് നല്ല കളർ വേണം. പക്ഷേ ഫേസിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് പോർഷനിൽ ചെയ്ത് നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളാവെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി പുറകോട്ട് മാത്രം കേട്ടോ ഹെയർ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫേസിന് നല്ല വെളിച്ചം തോന്നിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഞാൻ ഈ ഒരു ഹെയർ കളറും ഹെയർ പിന്നെ സ്മൂത്തനിങ് അല്ല, കെരാറ്റിനും എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് പോയിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇവിടെ പോയിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിളായിട്ട് തരും കേട്ടോ. നല്ല അഫോർഡബിളാണ് ഇവിടെ. പിന്നെ എൻ്റെ ഒരു ഇതിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനും അതിന് ഡിസ്കൗണ്ടും തരും കേട്ടോ. അങ്ങനെ ഫൈനലി എൻ്റെ ഹെയർ ഫുള്ള് ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കിക്കേ, മമ്മിയാണ് വീഡിയോ എടുക്കുന്നുണ്ടോ, മിററിൽ കൂടെ കാണുന്നുണ്ടോ. എൻ്റെ വീഡിയോഗ്രാഫറും എൻ്റെ ഫോട്ടോഗ്രാഫറും എൻ്റെ കൂടെ എല്ലാത്തിനും വരുന്നൊക്കെ മമ്മിയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീഡിയോസ് എടുത്തപ്പോഴും എനിക്ക് ബാക്കെന്ന് ഞാൻ വീഡിയോ നോക്കുമായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഹെയർ ഭയങ്കര തിളങ്ങി ഷൈ ആയിട്ട് നിൽക്കുന്നു. ശരിക്കും ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളെങ്കിലും ഞാൻ ജസ്റ്റ് വെറുതെ ഫുള്ളായിട്ടൊന്ന് വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളിങ്ങനെ കളറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഫുള്ളൊന്ന് പിന്നെ സ്ട്രെയിറ്റ് ചെയ്ത് വലിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം ഈ കളറ് ചെയ്ത് കിട്ടിയല്ലേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫൈനലി ഇതാ ഹെയർ ചെയ്ത് കഴിഞ്ഞു, കളർ ചെയ്തു, സ്ട്രെയിറ്റ് ചെയ്തു. നന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.